അതായത് പിന്നെ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം കഴിച്ച ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ടായിരിക്കാം അന്നൊരു ശുഭ ദിവസമായതുകൊണ്ടായിരിക്കും ഇന്ന് ഈ ധ്വജാരോഹണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇനി ആ ക്ഷേത്രത്തിലെ ഒരു ഫ്ലോർ കൂടി, മൂന്നാമത്തെ ഒരു ഫ്ലോർ കൂടി പൂർത്തിയാവാനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 2 പൂർത്തിയായ സ്ഥിതിക്ക് ക്ഷേത്രത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി എന്ന് നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല ഈ കൊടിക്കുള്ള ധാരാളം പ്രത്യേകതകളുണ്ട്. അതായത് 20 അടി നീളവും 10 അടി ഉയരമുള്ള പിന്നെ സിന്തറ്റിക് തുണിയിൽ നിർമ്മിച്ച കൊടിയാണ് ഇന്നിവിടെ ഉയർത്തിയത്. അതിൽ സൂര്യവംശത്തിൻ്റെ എല്ലാ അടയാളങ്ങളും, അതായത് സൂര്യൻ, കോപിതാരവൃക്ഷം, അതുപോലെ തന്നെ ഓം, ഈ 3 ചിഹ്നങ്ങളും അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ചാൽ പോലും കീറിപ്പോകാത്ത തരത്തിലുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അതിൻ്റെ ചരട് എന്ന് പറയുന്നത് നേർത്ത സ്റ്റീൽ നൂലുകൾ കൊണ്ടാണ് അതിൻ്റെ ചരടുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ദീർഘകാലം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അയോധ്യയിലേക്കുള്ള ജനങ്ങളുടെ സന്ദർശനത്തിൻ്റെ ബാഹുല്യം വർദ്ധിച്ചു വരാനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.